എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും എന്തെടുക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. പിന്നെ നല്ല മഴയുണ്ട്. അപ്പം എല്ലാവരും സേഫായിട്ടാണ്. ഇന്ന് ഞാനും എൻ്റെ ഫാമിലിയും പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ മാമൻ്റെ ഹൗസ് വാമിങ്ങിനാണ്. ആക്ച്വലി കഴിഞ്ഞൊരു വീഡിയോ ഞാൻ ഇതിൻ്റെ ഗെറ്റ് റെഡി വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കിക്കോളൂ. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം ഇതാണ് കേട്ടോ വീട്. പിന്നെ വീടിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് വീഡിയോയിൽ അതിൻ്റെ ഒരു ഹോം ടൂറായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫംഗ്ഷൻ്റെ വീഡിയോ മാത്രമേ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല പേടി ഉണ്ടായിരുന്നു. ക്ലൈമറ്റിൻ്റെ കാര്യം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, മഴയാണ്. അപ്പം ഓൾറെഡി നമ്മൾ ഇതിൻ്റെ പാലുകാച്ചലെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് 2 months മുന്നേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു മന്താണ് നമുക്ക് ഇതിൻ്റെ ഫംഗ്ഷൻ വെക്കാനായിട്ട് ഇവർ പുറത്തായതുകൊണ്ട് തന്നെ ലീവും കാര്യങ്ങളെല്ലാം സെറ്റായി കിട്ടിയിട്ടുള്ളൂ. ഫംഗ്ഷൻ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇവിടുത്തെ ക്ലൈമറ്റ് വളരെയധികം മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല പേടി ഉണ്ടായിരുന്നു അവിടെ എന്താകും എന്നുള്ള ഒരു രീതിക്ക്. പക്ഷേ അന്ന് നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു, മഴയൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല വെയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ആക്ച്വലി നൈറ്റാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫംഗ്ഷൻ വെക്കാമെന്ന്. പക്ഷേ ഈ മഴയൊക്കെ ആയതുകൊണ്ട് മാറ്റി ഉച്ചയ്ക്കിലേക്ക് ആക്കിയതാണ്. അതുകൊണ്ട് നമ്മളങ്ങനെ വേറെ പുറത്തുനിന്നുള്ള പരിപാടി കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സോ മെയിൻ അട്രാക്ഷൻ വാസ് ഫുഡ്. ഒരുപാട് ഫുഡ് ഉണ്ടായിരുന്നു. സോ ഞാൻ ഫുഡിൻ്റെ വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് പറ്റാവുന്ന രീതിയിലെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അത് ഒക്കെ കാണിച്ചു തരാം. പിന്നെ വീടിൻ്റെ കുറച്ച് പാർട്സും ഇതിൽ ചുമ്മാ കാണിക്കുന്നുണ്ട്. എന്താ ഇങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് നിന്നപ്പോഴത്തേനും നമ്മളുടെ മെയിൻ ഗസ്റ്റ് വന്നിട്ടുണ്ട്. അതായത് നമ്മളുടെ റോസും ബൂബും എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഇവരുടെ പിന്നാലെ ഇങ്ങനെ ഓടി നടക്കാമെന്ന് പറയുന്നതാണ്. പിന്നെ ഇവരുടെ മെയിൻ ഹോബി എന്ന് പറയുന്നത് ഇതാ ഈ കല്ല് മൊത്തം ഇങ്ങനെ ഡിസൈനിൽ ഇട്ട് വെച്ചിരുന്നതാണ്. ഇത് ഇവിടെ നിന്ന് എടുത്ത് പറക്കി ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടിടുക എന്നുള്ളതായിരുന്നു. ഇനിയാണ് നമ്മളുടെ ഈ ഫുഡ് അടിയിലേക്ക് നമ്മൾ കിടക്കാൻ പോകുന്നത്. സോ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് കറക്റ്റായിട്ട് പറയാനായിട്ട് എനിക്ക് ഓർമ്മയില്ല സത്യത്തിൽ. അപ്പം ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു. ലൈക്ക് മട്ടൻ ഉണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു, പിന്നെ റൈസ് ആണെങ്കിലും പുലാവ്, ബീഫ്, നാടൻ ചോറ്, മീൻ കറി, പിന്നെന്താ കരളക്കില്ലേ, ബീഫിൻ്റെ ലിവർ, അത് വെച്ചിട്ടുള്ളൊരു പ്രത്യേകം എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു. പിന്നെ സാലഡ്സ്, അങ്ങനെ ഫിഷ് തവ ഫ്രൈ, എനിക്ക് ഓർമ്മയില്ല സത്യത്തിൽ. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞാൻ ഇതെല്ലാം അപ്പം കഴിച്ചെങ്കിലും എനിക്കൊന്നിൻ്റെയും ലൈക്ക് ഓക്കെ ടേസ്റ്റ് ഉണ്ടെന്നല്ലാതെ ഒന്നും അറിയത്തുണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് വീട്ടിൽ നമ്മളിതെല്ലാം കലാപരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ഫുഡ് ഇരുന്ന് ആസ്വദിച്ച് കഴിക്കുമല്ലോ, അപ്പോൾ ഒരു കഴിപ്പ് കഴിച്ചപ്പോഴാണ് എൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് എനിക്ക് കിട്ടിയത്. ഭയങ്കര നല്ല ഫുഡായിരുന്നു ഗൈസ് ശരിക്കും. അപ്പം പിന്നെ ഇത് കൊഴുവ ഫ്രൈ ഒക്കെ ഉണ്ട്, കാടമുട്ടയില്ലേ അതിൻ്റെ റോസ്റ്റ് എന്തുണ്ടായിരുന്നു, പക്ഷേ ഞാൻ കണ്ടില്ലായിരുന്നു. അപ്പം നല്ല അടിപൊളി ഫുഡായിരുന്നു, നല്ല സർവീസും ആയിരുന്നു. കാറ്ററിംഗുകാർ നല്ല അടിപൊളിയായിട്ടായിരുന്നു എല്ലാ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയതും. ഫുഡിൻ്റെ ക്വാളിറ്റി വൈസ് ആണെന്നുണ്ടെങ്കിലും നല്ലതായിരുന്നു. കാരണം ചിക്കൻ്റെയൊക്കെ ഗ്രേവി തന്നെ, ചിക്കൻ പീസസ് ആണെങ്കിലും കഴിക്കുമ്പോൾ നമുക്കറിയാം ആ ഒരു ഫുഡിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡെസേർട്സിനാണെന്നുണ്ടെങ്കിലും സെപ്പറേറ്റ് ആയിട്ടൊരു കൗണ്ടേഴ്സ് ഉണ്ടായിരുന്നു. അതിലും ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. പുഡിങ്സ് ആണെന്നുണ്ടെങ്കിലും ഹൽവാസ് ആണെന്നുണ്ടെങ്കിലും പിന്നെന്താ കേക്കിൻ്റെ ആണെന്നുണ്ടെങ്കിലും പിന്നെ പേട, നാരങ്ങ മിഠായി, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾ കുറച്ച് മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് കേട്ടോ.